ഇസ്രയേലിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പേര് ഒഴിവാക്കാനാവില്ല. ആധുനിക ഇസ്രയേലിന്റെ രാഷ്ട്രീയ മുഖവുമായി ദീർഘകാലം നിലനിന്ന ഈ നേതാവ് അറബ് രാജ്യങ്ങളുടെ പേടി സ്വപ്നമായാണ് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം, സൈനിക പശ്ചാത്തലം, രാഷ്ട്രീയ നിലപാടുകൾ, അറബ് ലോകത്തോടുള്ള സമീപനം എന്നിവ അദ്ദേഹത്തെ ഒരു സങ്കീർണ വ്യക്തിത്വമാക്കി മാറ്റുന്നു. 1949 ടെല്ലവീവിലാണ് ബെഞ്ചമിൻ നെതന്യാഹു ജനിച്ചത്. പ്രമുഖ സയനിസ്റ്റ് ചരിത്രകാരനായ ബെൻസിയോൺ നെതന്യാഹുവിന്റെ മകനായ അദ്ദേഹത്തിന്റെ ജീവിതം ഇസ്രയേലിന്റെ ആദർശങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബം അമേരിക്കയിലേക്ക് താമസം മാറ്റി. അവിടെ വെച്ചാണ് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസം നേടുന്നത്. മസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ബിരുദം നേടിയ നെതന്യാഹുവിന് ഉന്നത പഠനത്തിനുള്ള അവസരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം ഇസ്രയേലിലേക്ക് മടങ്ങി രാജ്യസേവനം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇസ്രയേൽ പ്രതിരോധ സേനയുടെ ഏലൈറ്റ് കമാൻഡോ യൂണിറ്റായ സൈറത്ത് മത്കാലിൽ ചേർന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നിർണായക വഴിത്തിരിവായിരുന്നു. കമാൻഡോ യൂണിറ്റിലെ അംഗം എന്ന നിലയിൽ അദ്ദേഹം നിരവധി രഹസ്യ ദൗത്യങ്ങളിൽ പങ്കെടുത്തു.